പിന്നെ 8055 നമ്പർ അല്ലേ? ആ നമ്പർ ഇങ്ങനെ ഞാൻ എടുക്കുവേ. എവിടെ പോണത് രണ്ടുപേരും കൂടി? നിങ്ങൾ ഭയങ്കര സൗഹൃദത്തിലാണെന്ന് പറഞ്ഞ് ഒരു പൂവൊക്കെ ഉണ്ടല്ലോ ചന്ദ്ര. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായ? അന്ന് കുണ്ടരാണ്. ഞാൻ അറിഞ്ഞറിഞ്ഞ ഞാൻ ഒരു മെറ്റ അന്വേഷിച്ചു. എനിക്ക് തീരെ കണ്ട് നാച്ചുറൽ സിറ്റി കിടന്ന് നോക്കി കണ്ടുപിടിക്കാൻ വയ്യ. അങ്ങനെയല്ല ചന്ദ്രക്കണി ഞാൻ ഇത് പഠിച്ചത്. ഹലോ ഹലോ, എവിടെ പോണത് രണ്ടുപേരും കൂടി? ഞാനേ നമ്മളെ ബ്ലാക്ക് മാഫിയ കാണാൻ വേണ്ടി പോവാ. ചന്ദ്ര നിങ്ങളുടെ ബ്ലാക്ക് മാഫിയെ കാണാൻ നമുക്ക് അങ്ങോട്ട് ഓരം പിടിച്ച് സംസാരിക്കാം. ഓരം പിടിച്ച് സംസാരിക്കാം. മാട്ട സാധനത്തിൽ അടിച്ചിട്ട് മകനെ എക്സ് ചെറുക്കൻ ഉണ്ടെങ്കിൽ ഞാൻ പോവേ. അല്ലേ നല്ല പയ്യന. നിങ്ങൾ രണ്ടര ബാറിലൊക്കെ പോയി അടിച്ചിട്ട് എങ്ങോട്ട് പോണ? ഇത് കയ്യൊക്കെ എടുത്ത് തലേ കെട്ടി. നമ്മളെ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു പിള്ളേര്. നിങ്ങള് ഭയങ്കര സൗഹൃദത്തിലാണെന്ന് പറഞ്ഞ്. പിന്നെ നമ്മള് യുദ്ധം വേണമെങ്കിൽ യുദ്ധത്തിലാവും നമ്മൾ. അല്ല ഇല്ല നമ്മള് സംസാരിച്ചു. എടാ വാടാ രവി. ആണോ പിള്ളേര് ഇന്നെന്തോ ഇവന്റ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവന്മാര്. എടാ നീയൊക്കെ എനിക്ക് സിറ്റി വന്ന സമയത്ത് 4 കാക്കകളെ പോലെ ചുറ്റും നിക്കുവായിരുന്നു. ഇപ്പൊ ഒരുത്തം വരെ കാണാൻ പോലും ഇല്ല. ആപത്ഘട്ട കഴിഞ്ഞ ആപത്ഘട്ടം. ഇനി അന്നു സേഫ് ആ. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പിള്ളേർ അപ്പത്തൂലേ. മക്കളെ ഇന്ന് മറ്റേ ബ്ലാക്ക് മാഫിയയിലെ പരിപാടി നടക്കുന്നുണ്ടോ? മറ്റേ കപ്പിൾ ഗോൾസ്. നിങ്ങളാണ് നമ്മള് മനസ്സിൽ കണ്ടത്. ബുദ്ധിമുട്ടുണ്ടില്ലെങ്കിൽ എപ്പോഴാണ് പരിപാടി? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബിസി ആയിട്ടോ ഒന്നാമത്തെ കാര്യമായിട്ട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വിളിച്ച് പറയാ ഇത് ചന്ദ്രന്റെ പിള്ളേരല്ലേ. ഓ അതെ ചന്ദ്ര അറിയത്തില്ലേ? കുഴപ്പമില്ല ജോക്കി, അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടേ നമുക്ക് സമയം മാറ്റാം. അത് കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവര് നിർബന്ധിച്ചല്ലേ ഇത്ര നിർബന്ധിച്ചോ. 11 മണിക്ക് എത്ര കപ്പിൾസ് കാണും? കപ്പിൾസ് അവര് വരുന്ന രീതിയിൽ അവസാനം നീയൊക്കെ വരേണ്ട വരുമോ? நல்லா இருக்கு. நீ எப்படி இருக்கு? മലയാളമൊക്കെ പഠിച്ചല്ല? എന്താ പരിപാടി തെറ്റിയില്ലേ? എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടോ? ദിവസം വള്ളിയൊക്കെ എടുക്കുന്നുണ്ടോ? കറക്റ്റായിട്ട് വള്ളി എടുക്കുന്നുണ്ടോ? എങ്ങനെ പോണ്? പെണ്ണ് പിടിയോ? എല്ലാ പെണ്ണും അറിയാം. അപ്പൊ പെണ്ണുപിടി കുറവാണ് ഇപ്പൊ കമ്പാരിറ്റീവ്ലി. വാണിഫം വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, നല്ല കാര്യം. MDMA അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗം തുടങ്ങിയായിരുന്നോ? പിന്നെ 8055 നമ്പർ അല്ലേ? ആ നമ്പർ ഇങ്ങനെ ഞാൻ എടുക്കുവേ. ആ നമ്പർ കമ്പെടുക്കട്ടെ. 8055 ഇല്ലേ? 8055 ആ നമ്പർ ഞാൻ ഇങ്ങ് എടുക്കുവേ. ഇല്ലടാ വവ്വാലുണ്ടായവനെ.
അവിടെ കട തരുവോ 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 ഫോൺ നമ്പർ തരുവോ ഫോൺ നമ്പർ തരുവോ എടാ 8655 അല്ലേ ആ നമ്പർ നിനക്ക് ചേരൂല അതെ എനിക്ക് താടാ എടാ ആ നമ്പർ നിനക്ക് കൊള്ള ഞാൻ പറയട്ടെ കൊച്ചു പിള്ളേർക്ക് എപ്പോഴും നല്ലത് മറ്റേ പൂക്കിമേന്റെ നമ്പർ അറിയോ പൂക്കിമേന്റെ നമ്പർ 47947 അത് പൂക്കിമേന്റെ നമ്പരാ പൂക്കിമേന്റെ ആ വരാ വരാ ഭയങ്കര സ്നേഹമാണ് ജോക്കി കണ്ടു കണ്ടു അപ്പം സ്നേഹം കൂടും അവൻ്റെ അടുത്ത് അടിച്ച് ചന്ദ്ര ഒരു കാര്യം പറയട്ടെ ഒരു ജന്മം രണ്ടോ നിങ്ങൾ പറയുന്നതാണ് എന്റെ ഒരു ചന്ദ്ര അതായത് നമുക്ക് രണ്ടര ഇപ്പം ജോലി ഒന്നും ഇല്ലല്ലോ ബിസിനസ് ഒന്നും ഇല്ലല്ലോ ഈ സിറ്റിയില് നമ്മള് പണിയില്ല അണ്ണൂന് പ്രത്യേകിച്ച് ഒരു പണിയില്ല അതല്ല നമുക്ക് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ജോലി ഇല്ലല്ലോ ഈ സിറ്റിയില് ചന്ദ്ര അപ്പൊ നമ്മള് രണ്ടുകൂടെ ചേർന്നൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ഒരു ഫൈറ്റ് ക്ലബ്ബ് നൈറ്റ് ക്ലബ്ബ് ഒരു ഫൈറ്റ് ക്ലബ്ബ് നൈറ്റ് ക്ലബ്ബ് അല്ല ഫൈറ്റ് ക്ലബ്ബ് ഫൈറ്റ് ക്ലബ്ബ് ചന്ദ്ര കാര്യമായിട്ട് പറയുമ്പോ കാര്യമായിട്ട് കേൾക്കണേ നീ കാര്യമായിട്ട് കേൾക്കണേ ചന്ദ്ര സീരിയസ് ആയിട്ട് പറഞ്ഞാണേ അപ്പൊ ഒരു അതിന് അപ്രൂവൽ ഒക്കെ കിട്ടി അപ്പൊ അതിന് ഞാൻ ഗസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾ പറയാ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ചാമ്പ്യനാണ് അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചാമ്പ്യൻ ഞാനല്ലേ ചന്ദ്രൻ നയിക്കുന്ന ഒരു ടീം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടീം സാർപ്പാട്ട ഇതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റിംഗ് ക്ലബിന് വേണ്ടിട്ട് ഇറങ്ങി രജിസ്റ്റർ ചെയ്തു ഇപ്പൊ ഈ നിമിഷം ചന്ദ്രന്റെ പേരിൽ ഒരു ടീം ചന്ദ്രന്റെ 10 ഫൈറ്റേഴ്സ് ഏത് അത് കൊള്ളാൻ ജോണിയോ ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് വരുന്നത് അതൊക്കെ എന്തോ ഒരു ഓക്കെ 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 നിങ്ങൾ ഇരുന്ന് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒഴിവ് സമയങ്ങളിൽ മെനഞ്ഞെടുത്ത ഐഡിയ ആണല്ലേ 65 ബിസിനസ്സിലെ ഒന്നാമത്തെ ഐഡിയ ആണ് 65 ബിസിനസ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത് എല്ലാ നിങ്ങൾ ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണേ അതൊക്കെ ഓരോരോ ഇതല്ലേടാ ഓരോ തലയിൽ ഇങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് ഞാൻ റെഡി ഞാൻ 10 പിള്ളേരെ റെഡിയാക്കണം ഒന്ന് നമ്മുടെ ടിവിയിലെ പിള്ളേർ തന്നെ വേണോ നീ ടിവിയിൽ തന്നെ വേണോ വേണ്ടേ അത് വേണ്ട നിന്റെ ഇഷ്ടം ചന്ദ്രന്റെ ഇഷ്ടം ചന്ദ്രൻ അതാകുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടാവും 10 പിള്ളേരില്ലേ അതൊക്കെ ചന്ദ്രൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഫാമിലിയിൽ നിന്ന് ഒരു ടീം ടിവിന്ന് ഫാമിലിയിൽ നിന്ന് ഒരു ടീം ഏത് ചന്ദ്രൻ നയിക്കുന്ന അവിടുത്തെ അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മളങ്ങ് വെല്ലുവിളിയും അതായത് നമ്മൾ കിടലാണ് നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് അല്ലെങ്കിൽ അവർ തരണം എൻട്രി ഫീസും കാണാൻ വരുന്ന ആൾക്കാരുടെ ഫീസൊക്കെ എവിടെയും കേട്ടോ ബിസിനസ് അല്ലേ പിന്നെ ഇത് കത്തും നമുക്ക് 2-3 ഐഡിയയും കൂടെ ഉണ്ട് ഈ ഫൈറ്റിൽ തന്നെ 2-3 വേണമെങ്കിൽ കോസ്റ്റ്യൂമും ആഡ് ചെയ്യാം കോസ്റ്റ്യൂം ഫൈറ്റിംഗും വേണമെങ്കിൽ എനിക്ക് മറ്റേ ട്രങ്ക് ഒക്കെ ഇട്ടാണോ ഇറങ്ങുന്നത് ഇഷ്ടം അതോ കസ്റ്റമൈസ്ഡ് മറ്റേ ജാക്കറ്റോ ഒരു തലയിൽ കൂടെ ഒരു തൂവൽ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ഇറക്കാം പിന്നെ ഇപ്പോഴേ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് സിറ്റിയിൽ ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് വെക്കാം കേട്ടോ എനിക്ക് കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് ഞാൻ കാര്യപ്പെട്ടാണു സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ലാണ്ടെങ്കിൽ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഇടിയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇപ്പൊ പണ്ടത്തെ പോലെ വെടിവെക്കാനൊന്നും പറ്റത്തില്ല മെറ്റ മാറി അപ്പൊ നമുക്ക് ഇതുവരെ പഴയ നാടൻ നല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നോക്കാം ഏതാണു പക്ഷെ നീ ഒന്ന് കുറച്ചുകൂടെ ഫിറ്റ് ആവാൻ മറ്റേ പാട്ടില്ല ജോണി നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും മറ്റേ ഇതിലുള്ള പാട്ടുണ്ടല്ലോ ഏത് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു ബൗൺസർ വേണം മറ്റേ വിളിച്ചു പറയാൻ ആള് വേണം എന്തോ ആൾക്കാരെ സെലക്ട് ചെയ്യണമെന്ന് അറിയാം തന്നെ എന്നാ ഞാൻ ഏർപ്പാടാക്കാം ഞാനേ ഒരുത്തനെ ഇപ്പൊ തന്നെ സെലക്ട് ചെയ്തു മുച്ചിരി അതായത് ഇവിടെ കുറച്ച് ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അപ്പൊ അതിലുള്ള എനിക്കറിയാം കാർലോ വേഴ്സസ് മുച്ചിരി ഒരു ഫൈറ്റ് ഞാൻ കണ്ട എന്നിട്ട് എന്താ സംഭവിച്ചേ കാർലോ എന്തോ ജയിച്ചേ കാർലോ ജയിച്ചാ അത് കുഴപ്പമില്ല ജോക്കി പക്ഷേ ചന്ദ്ര നമുക്ക് ഈ സിറ്റിയിലുള്ള എല്ലാരും വെല്ലുവിളിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പഴേ ഒരു ട്രെയിനിങ് ഒക്കെ തുടങ്ങണം കേട്ടോ ഓക്കെ ഓക്കെ അതൊക്കെ റെഡിയാക്കാം ഇത് അണ്ണു എന്നെ ചാടി ഇടിച്ചിട്ട് ആള് ഇറങ്ങിപ്പോയാ കത്തിപ്പോയി പുള്ളിക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു കേൾക്കുന്നില്ല കുറച്ചാളില്ലായിരുന്നല്ലോ എവിടെ ആയിരുന്നു ഞാനേ ചേട്ടന്റെ കല്യാണം അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളാണ്
ഇതുണ്ടാ കയ്യിൽ ലൈറ്റർ ഉണ്ടോ ജോണി അമ്മ? ഞാൻ വലിക്കാറില്ലേ അമ്മാരി അതെങ്ങനെ കണ്ടറിഞ്ഞൂടെ എന്നെ ജോണി അമ്മ? കണ്ടറിഞ്ഞ ചന്ദ്ര ഞാൻ വലിക്കാറില്ല, ഇത് ആരും എനിക്ക് ഗിഫ്റ്റ് ചെയ്താന്ന് തോന്നുന്നു. കത്തൂലേ സിഗാറ്? ഞാൻ സിഗാറൂടെ തരാം, അതും ഞാൻ യൂസ് ചെയ്യാറില്ല. അയ്യോ എന്റെ ജോണിയാവിന്റെ 4 പല്ലളായി. ജോണിയാവ് തോക്കെടുത്ത് കേട്ടാ, ജോണിയാവ് തോക്കെടുത്ത്. ഇത് കളഞ്ഞോ അത്? അത് വരുന്നില്ല, സിഗാർ വരുന്നില്ല. എന്തോ കുഴപ്പമുണ്ട് സിഗാർ. ഈ സിഗാർ നോക്കി, പുതിയ സിഗാറല്ല, പഴയ സിഗാർ തന്നെയാണ്. അതിനോട് തന്നെ ആഡായി. പഴയ സിഗാറിനോട് തന്നെ ആഡ്. പുള്ളിക്കാണെങ്കിൽ ചുമ്മാ ഇരിക്കാൻ പറ്റുന്നില്ല സിറ്റി വന്നിട്ടേ. ആരാ? അത് പറ്റില്ല കയ്യിലിരിപ്പ്. ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ചന്ദ്രൻ, അതിപ്പോ പറഞ്ഞേക്കാം. ജോക്കിയ അടുത്ത മേയറായിട്ടെ നിർത്താൻ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാരും കൂടി ആ പാവം മനുഷ്യനെ ചുമക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുത്ത് ചന്ദ്ര ഈ സിറ്റിയുടെ മേയർ എന്നൊക്കെ പറഞ്ഞു ഇനി സിറ്റിയിൽ പുള്ളി കാലേ കുത്തത്തില്ല. കാര്യം പറഞ്ഞേക്കാം. അങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കാല് കുത്തകളുടെ വകുപ്പെല്ലാം ഞാൻ ഉണ്ടാക്കി. ഇങ്ങനെ ഭ്രാന്തനാണ്. ഇങ്ങനെ മേയറാക്കല്ലേ സിറ്റിയിൽ ഒരു വലിയ അപരാധിച്ച് കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവരും ഇങ്ങനെ. ചന്ദ്ര നിങ്ങൾക്ക് ഭയങ്കര സങ്കടമല്ലായിരുന്നു പുള്ളി വരുന്നില്ല, അണ്ണു വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇനി എല്ലാ ദിവസവും വരാനുള്ള വകുപ്പെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് ഇനി നോക്കി അടുത്ത മേയർ ഉണ്ട്, ഫൈറ്റ് ക്ലബിന്റെ മുതലാളി. എന്തോരം ബിസിനസ് വരാനുണ്ടെന്നറിയോ ചന്ദ്ര? ഹാപ്പി അല്ലേ? അത്ര ഹാപ്പി അല്ലെങ്കിലും ഹാപ്പിയാണ് ചന്ദ്ര. മറ്റേ പെണ്ണുങ്ങൾ അത് മാത്രമാണ് ഇപ്പം ജോക്കിക്കൊരു വിഷമം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങേരി കൊണ്ടുവരുന്ന ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും സംസാരിക്കുന്നത് എവിടെ വെച്ച് കണ്ടാലും വെടിവെച്ച് കൊല്ലുന്നൊക്കെ ആയിരിക്കും ഇങ്ങനെ ഫസ്റ്റ് റൂള്. പോലീസിന് കൊടുക്കാൻ ഫസ്റ്റ് കമാൻഡ്. ഒരു മനസ്സിലുണ്ട് കേട്ടോ. ഇപ്പൊ ജുഗ്രുവിന്റെ ഒക്കെ കാമുകയൊക്കെ കണ്ടാലും സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. സംസാരമൊക്കെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വന്നിട്ട് എന്റെ കല്യാണം നടത്താം അങ്ങ് മുട്ടിരിക്കണം അങ്ങ്. ഞാൻ ഇവിടെ 2-3 ലൈവ് ബ്ലാസ്റ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇങ്ങേരി വന്നിട്ട് ഈ കല്യാണം സമ്മതിക്കുവോ ചന്ദ്ര? അതൊക്കെ അറിയാതെ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് പറയുന്നത് വന്നോട്ടെ എന്നെ കെട്ടിക്കണോന്ന് ഇങ്ങേരിക്ക്. എന്നെ കെട്ടിച്ചാ പറ്റത്തുള്ളൂ. വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി. ചന്ദ്ര വേറൊരു കാര്യം ഞാൻ പുള്ളി ഇല്ലാത്തവൻ പറയാം. പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. മറ്റേ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തോ നാണം കെടുത്തിയത്. മറ്റേ പുള്ളിക്കാരുടെ ചേച്ചിയും പിന്നെ മറ്റേ ഡാഡി എന്ന് പറഞ്ഞ പുള്ളി നാണം കെടുത്തിയല്ല ഞാൻ പറയാൻ പറ്റും. അലീന പറഞ്ഞ അലീനയ്ക്ക് ഒരു സമയം വേണം. അലീനയ്ക്ക് ഒന്ന് പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് കല്യാണത്തിന് ഒന്ന് പ്രിപ്പയർഡ് ആവാനും. കല്യാണത്തെ വലിയ കാര്യമില്ല. ഇനിയും നടത്തത്തില്ല പറഞ്ഞു. തമ്മിപ്പോലും കാണല്ലെന്നും കണ്ടാ പറഞ്ഞു. അത് നമ്മൾ ഒളിച്ചോടാ വേറെ. പക്ഷെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാനും പ്രിപ്പയർഡ് അല്ല, അലീന പ്രിപ്പയർഡ്. നമ്മളൊരു ഫ്ലൈങ് ചെയ്ത് നിൽക്കുകയല്ലേ. അതായത് നമ്മളൊന്ന് അങ്ങോട്ട് കിടന്ന് മനസ്സിലാക്കിയൊക്കെ വരുന്നേ ഉള്ളൂ. ഈ തെണ്ടി ചെറുക്ക് ഇടയ്ക്ക് കയറി വന്നതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന അലീനെ അറിയുന്നുണ്ടോ? അതോ അല്ല ലൈവ് ബ്ലാസ്റ്റ് അല്ലേ? ലൈവ് ബ്ലാസ്റ്റ് അത് കുറച്ചൊക്കെ അറിയുള്ളൂ. അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സംഭവം ഇതാരും അറിയണ്ട, പുറത്താരും അറിയണ്ട. അണ്ണൂന് ഏതോ ഒരു ചെറിയൊരു അവിഹിതം ഉണ്ടെന്നാണ് എന്റെ വിഷയം. കാര്യമായിട്ട് ഇത് എന്താ ലൈവ് ബ്ലാസ്റ്റ് സംഭവിച്ചെന്തോ കാര്യമാണ് എന്റെ സംശയം. അല്ലെങ്കിൽ മോനുണ്ടോ? സൂര്യ അന്ത പാറയിൽ പോയി ഇരി. ഇപ്പൊ എന്താ പറ? ഈ ചെറുക്കൻ ഉണ്ടാക്കുന്ന പ്രശ്നമൊക്കെ പുള്ളിയാണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ താരയുടെ ഏതോ കേസിനൊക്കെ പുള്ളി സംസാരിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ പഴയതുപോലല്ലേ കേട്ടോ, പുള്ളി ഭയങ്കരമായിട്ട് മാറി. വെച്ചടിച്ചു കൊടുത്താലോ? ഞാൻ മറ്റേ റിബേക്ക മോണിസ്റ്റാർ ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചായിരുന്നു, ജോജോ എന്നൊക്കെ പറഞ്ഞിട്ട്. ജോജോ ആള് പറയണ്ട മെസ്സേജ് അയച്ചായിരുന്നു. ചന്ദ്രനെ തിരക്കുന്ന കണ്ടല്ലോ കഴിഞ്ഞ ദിവസം. ഞാൻ ആരോടോ ചോദിക്കുന്ന കേട്ടായിരുന്നു. നമ്മളെ പഴയ ചേച്ചി അനിയൻ ബന്ധമായിരുന്നു ഞങ്ങളാണ് ഇവിടത്തെ ഒരു കടയൊക്കെ എടുത്തത് പണ്ടേക്ക് എനിക്കറിയാം റെബേക്ക, എനിക്കറിയാം, പണ്ടറിയാം. ജോണിയോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങേക്ക് ചെറിയ എന്തോ ഒരു അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അതിൽ ഇങ്ങേക്ക് ഒരു മോനും ഉണ്ടെന്നാണ് അണ്ണൂന് എന്റെ ഒരു അസംഷൻ. അല്ല ജോണി രണ്ടൊരു നല്ല കമ്പനി ഉണ്ട്, ഒന്ന് ഞൊഴഞ്ഞൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ. ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഇപ്പോഴും വലിയ സ്ത്രീകളോട് വലിയ ഇതൊന്നും ഇല്ല.
വേണ്ടാന്നുള്ള രീതിയിലാണ് പുള്ളിക്ക് ഇപ്പൊ ഇത്രയും പ്രായമായില്ലേ ഇനിയിപ്പോ വേണ്ടാന്നുള്ള രീതിയിലൊക്കെയാണ്. ഇല്ല അല്ല ഇത് പിന്നെ ചന്ദ്രന്റെ കാര്യത്തിലാണ് മാത്രമാണ് ശരിക്കും മനസ്സിൽ വന്നത് കേട്ടോ. ഏതാ? ചന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണ് മനസ്സിൽ വന്നത്. അത് ശരി, അതെന്നെ പെടുത്താനാണ് കേട്ടാ. ആ, അതായത് സിറ്റിയില് ചെറുക്കന്റെ- പെമ്പിള്ളേർക്ക് ജോണി മാമ പെമ്പിള്ളേർക്ക് എന്നെ കാണുമ്പോ ഒരു ആകർഷണം ഉള്ളത് സ്വാഭാവികമാണത്. ജോണി മാമൻ അറിയല്ല, ഒരു പ്രത്യേക പെമ്പിള്ളേർക്ക് അടുത്ത് ചെറിയൊരു ഇതുണ്ട്. ഇങ്ങനെ കാണുമ്പോ അങ്ങ് ഇഷ്ടപ്പെടത്തില്ല, മനസ്സിലായില്ലേ? പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ ആ പിന്നെ വേറെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ അങ്ങ് ഡിമാൻഡ് പോയില്ലേ. കെട്ടിക്കഴിഞ്ഞാ എന്ത് ഡിമാൻഡാ? ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാ. അന്വേഷിക്കാൻ ചന്ദ്ര. ഒന്ന് ജോണി മാമൻ നൈസായിട്ട് കൂടെ എന്നിട്ട് എങ്ങനെയാണ് പെമ്പിള്ളേരുടെ അടുത്തുള്ള മനോഭാവം? ഇല്ല ഞാൻ തിരക്കിടത്തോളം വലിയ താല്പര്യമൊന്നുമില്ല പുള്ളിക്ക്. അങ്ങനെ താല്പര്യം മൊത്തം ജോണി മാമനോടാണ് കേട്ടാ. അങ്ങനല്ല, അത് കൂട്ടുകാരുടെ ഒരു ചന്ദ്ര. ഇത് എന്താ അങ്ങനെ പറയുന്നത്? അല്ല, എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. പണ്ട് തൊട്ട് ഈ പെമ്പിള്ളേര് വേണ്ടെന്ന് പറയുന്നതും ആണുങ്ങൾ മതിയെന്ന് അല്ലല്ല, പറയുന്നതും. പെൺപിള്ളേര് വേണ്ടാന്ന് അങ്ങനത്തെ ഇതല്ല. ആ യാസ്മിനോടൊക്കെ ഒരു ചെറിയൊരു ഇതൊന്നും തോന്നിയായിരുന്നു തോന്നുന്നു. പക്ഷെ യാസ്മിൻ കമ്മിറ്റഡ് ആയി പോയില്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും പുള്ളി ഓപ്പൺ അപ്പ് ആവാൻ. ഒരു പൂവൊക്കെ ഉണ്ടല്ലേ ചന്ദ്ര, വേറെന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. അല്ല ഞാനിങ്ങനെ എന്താ മോളെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായ? അണ്ണു കുണ്ടറാണ്. കപ്പിള് മനസ്സിന്റെ നിനക്ക് കപ്പിളുണ്ടോ? കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായത്. അണ്ണു കിട്ടിയില്ല, ഓരോ പെമ്പിള്ളാര് വിളിച്ചിട്ട് കപ്പിളില്ല കൂടെ വരുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്യുന്നു ചന്ദ്ര. ആ അണ്ണു എന്താ പറഞ്ഞു? ഇല്ല ജോണി മാമൻ എന്താ പറഞ്ഞു? അതെ ഞാനൊന്നും പറഞ്ഞില്ല. അല്ല ചന്ദ്രൻ പോകുന്നില്ല മറ്റേ കപ്പിള് മനസ്സിന്? ജോണി ഒരു താല്പര്യമില്ല അങ്ങനെ പോവാൻ, എങ്ങനെ പോവാൻ? കപ്പിൾസിന്റെ കൂടെ. ആ കൊച്ചു വന്നിട്ടില്ല ചന്ദ്ര, ഞാൻ നോക്കുന്ന ആള് വന്നിട്ടില്ല. അത് പറഞ്ഞത് കാര്യം എന്തായാലും. അതെ അത് വരും. ഇന്ന് കേറാൻ പറ്റത്തില്ല സിറ്റിയിലേക്ക്. കുത്തി പറയുന്നവരൊക്കെ ഫീൽ ചെയ്യുന്നത് ഞാനാ? ഇല്ല ജോണി അങ്ങനെയല്ല. അണ്ണൂന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചന്ദ്രൻ, ഞാൻ എന്നാ സത്യം പറയട്ടെ ചന്ദ്ര, ആ പുള്ളിക്ക് പെൺപിള്ളേരോടൊക്കെ നല്ല താല്പര്യമൊക്കെ ഉണ്ട്. പ്രായത്തിൽ പക്ഷേ പുള്ളി അങ്ങനെ പോയി കഴിഞ്ഞാല് എങ്ങാനും റിജക്ഷൻ വല്ലതും കിട്ടിയാലോ എന്നുള്ള വല്ല പേടി വല്ലതും ആയിരിക്കും. പിന്നെ നമ്മുടെ കാര്യം നോക്കണ്ടേ ഫുള്ള്. പിന്നെ ആ സംസാരിച്ചു ജോണി മാമ, ഞാനേ ഇവന്റെ കൊച്ചു കേരളം സംസാരിക്കണ്ട്. ജോണി വന്നോ? അല്ല സംസാരിച്ചോ? അല്ല ജോണി മാമ, ഞാൻ അവരുടെ ഇത്ര ചോദിച്ചോളൂ. ഒരു തന്തയുടെ ഒരു അധികാരത്തിൽ ഞാൻ ചോദിച്ചോടാ നിന്റെ ഉള്ള നമ്പർ എനിക്ക് തരാൻ പറ്റുമോ എന്നവരുടെ ഞാൻ ചോദിച്ചു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല, ഒരു അച്ഛന്റെ അവകാശം. അതായത് 8055 എന്ന് പറയുന്നത് മറ്റേ എഴുതുമ്പോ ബോസ് എന്നാണ്. ആ നമ്പർ എനിക്കല്ല, അതല്ലേ എനിക്ക് സ്യൂട്ട് ആവുന്ന നമ്പർ ശരിക്കും. പണ്ട് ഏതോ തെണ്ടി ആ നമ്പർ എടുത്തുകൊണ്ട് പോയാണ് എനിക്ക് കിട്ടാത്ത. ഇല്ല നിനക്ക് സ്യൂട്ട് ആവൂല. മോന് സൂട്ട് ആവുന്ന നമ്പർ വേറെ നിനക്ക് സ്യൂട്ട് ആവുന്ന നമ്പർ 04 കിടില നമ്പർ. ജോണി അമ്മ 047 നമ്പർ തരുന്നില്ല, കാരണം 0 എന്തോ അവർക്ക് ഫസ്റ്റ് നമ്പർ ആയിട്ട് കൊടുക്കൂലെന്നാണ് അവർ പറയണത്. അപ്പൊ എന്റെ നമ്പർ ഒരു കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെയാണോടാ പറയുന്നത്? ഞാനതല്ല, അത് ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞ് ഡീലാക്കിക്കോളാം. അത് ജോണി ജോജ് രണ്ടുപേരും കൂടെ മലയിലൊക്കെ ആയിരുന്നു കറക്റ്റ്. ജോൻ ഉണ്ടോ? സിറ്റിലുണ്ടോ? പോവാണോ എന്തായാലും ഇവിടുന്ന്? ബാക്കിയാലോ? ഞാൻ ഒരു കാര്യം നോക്കണമായിരുന്നു. എനിക്കൊരു ഈ തന്തയ്ക്ക് പറക്കാത്ത സൂര്യ, ഞാൻ ഒരു കനവ് കണ്ടടാ. നമ്മളാ പക്കത്തിൽ നിൽക്കുന്ന വീടല്ലേ, അന്ത വീടില് ബോസ് എന്ന് പേരൊക്കെ വന്നിട്ട് ഒരു വീട്. ആ മറ്റേ വീടില്ലേ, അത് നിജമാ അതോ കനവ് പറയും. ഈ വീടോ? ഈ ബാക്കിലെ വീടോ? ഈ വീട് പക്ഷെ ഈ നമ്പർ ഇപ്പൊ കനവ് ഇപ്പൊ സാധിക്കുമല്ലോ. ഏതാ? അല്ല ഈ നമ്പർ ഇപ്പൊ കനവ് സാധിക്കുമല്ലോ എന്ന്. എടാ സൂര്യ നമ്പർ അങ്ങ് കൊടുറാ, അപ്പാ തരേടാ.
ഇല്ല 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 ജോണി മാമ ഇല്ല ജോണി മാമ. സ്നേഹമുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ തരുമോ? ഇത് എന്റെ മോനല്ലല്ലോ ജോണി മാമ, പിന്നെ എങ്ങനെ തരാനാ? ഇല്ല ഇറ്റ്സ് ഓക്കെ ഇല്ലടാ ഇറ്റ്സ് ഓക്കെ യാ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇല്ല വേണ്ട നമ്പർ നമ്പർ വേണം. ഇല്ല 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 ശരിയാ 6055 നല്ല 6055 നല്ല വിഷമിപ്പിക്കുവാണോടാ അതെ ഈ 7055 നല്ല നമ്പർ ആയിരുന്നു അല്ലേ ജോണി മാമ? 8055 7055 അത് നല്ല നമ്പർ ആയിരുന്നു. നമ്മളെ വണ്ടി ഇടിച്ച് വെള്ളത്തിനെ പരിക്കാൻ എന്തോ ഒരു ആനന്ദമാണ് കിട്ടണം. സേഫ് സോൺ ആണ് ചന്ദ്രൻ. സീസൺ ആണോ? ആ അതെ അതെ മുട്ടോന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആദ്യം പറഞ്ഞേ, അത് മുട്ടിയല്ലേ. വലിയ എന്തോ പ്രശ്നമായിട്ടാ